സർ, കേരള തീരത്ത് കപ്പൽ കത്തുന്നത് ഇപ്പോൾ ഒരു രണ്ടാമത്തെ സംഭവമാണ്. ഇതിങ്ങനെ തുടർന്ന് വരികയാണ്. അപ്പോൾ പലരും പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളാണ് പറയുന്നത്. പക്ഷേ നമുക്ക് വിശ്വസനീയമായ ഒരറിവ് എവിടെ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം കേരള തീരത്ത് ഇങ്ങനെ കപ്പൽ കത്തുന്നത്? കുറെ നാളുകളായി നമ്മളെല്ലാം അന്വേഷിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത്. എനിക്കും വളരെയേറെ കൗതുകം തോന്നിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അതിന്റെ രഹസ്യം മനസ്സിലായത്. സത്യം പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് ഇതിന് കാരണം എന്ന് പറയാം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കപ്പൽ കത്തിച്ച് വിടുന്നതൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ അറബിക്കടൽ എന്ന് പറയുന്നത് കേവലം ഒരു ഉൾക്കടലാണ് എങ്കിൽ പോലും അവിടെ വലിയ തോതിലുള്ള തുറമുഖങ്ങൾ, അതായത് മദർ ഷിപ്പുകൾക്ക്, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പായിട്ടുള്ള MSC മറീന പോലെയുള്ള 1/2 കിലോമീറ്റർ നീളമുള്ള വലിയ കപ്പലുകൾ സമുദ്രത്തിൽ തീരത്ത് വന്ന് തുറമുഖത്ത് വന്ന് വാർഫിലേക്ക് നേരിട്ട് ചരക്കുകൾ ഇറക്കാൻ കഴിയുന്ന അപൂർവം തുറമുഖങ്ങൾ മാത്രമേ ഈ ലോക തുറമുഖ ഭൂപടങ്ങളിൽ ഉള്ളൂ. അത്തരമൊരു വലിയ തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. ഈ തുറമുഖം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ 6 മാസമേ ആയുള്ളൂ. ഈ 6 മാസത്തിനിടയിൽ വിഴിഞ്ഞം തുറമുഖത്ത് വന്നുപോയ കപ്പലുകളുടെ എണ്ണം 551 ആണ്. അതായത് ഒരു ദിവസം 4-5 കപ്പലുകൾ തീരത്ത് അടുക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി തുറമുഖം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കപ്പലുകൾ തീരത്തടുക്കാൻ പറ്റില്ല. കിലോമീറ്ററുകൾ അപ്പുറത്ത് പുറംകടലിൽ നങ്കൂരമിട്ടിട്ട് ചെറിയ കപ്പലുകൾ പോയി ചരക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. പക്ഷെ വിഴിഞ്ഞം തുറമുഖം അങ്ങനെയല്ല. വലിയ കപ്പലും ചെറിയ കപ്പലും ഒക്കെ തീരത്ത് അടുത്ത് നേരിട്ട് വാർഫിലേക്ക് ചരക്കുകൾ കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള ഈ തുറമുഖം ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയതോടുകൂടി വലിയ തോതിലുള്ള ഗതാഗത തിരക്കാണ് ഇപ്പോൾ അറബിക്കടലിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 551 കപ്പലുകൾ വിഴിഞ്ഞത്ത് 6 മാസം കൊണ്ട് വന്നടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതാണ്ട് ഒരു 1000-ഓളം കപ്പലുകൾ ഇതിനോടനുബന്ധമായ ജോലികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ തീരത്ത് തന്നെ 40-ലധികം തുറമുഖങ്ങളുണ്ട്. കൂടാതെ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളും കൂടെ കൂടിയാൽ ഏതാണ്ട് ഒരു 200-ഓളം തുറമുഖങ്ങളിലേക്ക് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ചരക്ക് എടുക്കാനോ ചരക്ക് കൊടുക്കാനോ, അതായത് കയറ്റുമതിയോ ഇറക്കുമതിയോ ബന്ധപ്പെട്ട് ഏതാണ്ട് 200-ഓളം തുറമുഖങ്ങൾ വിഴിഞ്ഞം തുറമുഖവുമായി ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്ന 6 മാസത്തെ 551 കപ്പലുകളോടൊപ്പം വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരക്കുകൾ എത്തിക്കാൻ, ചരക്കുകൾ കൊണ്ടുവന്ന് വലിയ മദർഷിപ്പുകളിൽ കയറ്റാൻ, അതുപോലെ മദർഷിപ്പുകളിൽ വരുന്ന വലിയ തോതിലുള്ള ചരക്കുകൾ, ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാൻ, അങ്ങനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും വേണ്ടി ഒരു 1000-ഓളം കപ്പലുകൾ ഈ അറബിക്കടലിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിന്റെ സമുദ്ര തീരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കേരളത്തിന്റെ സമുദ്ര തീരത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര വലിയ തിരക്കുണ്ട് എന്നുള്ളതാണ് സത്യം. എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഈ സമുദ്ര തീരത്തൊക്കെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആഞ്ഞു നോക്കാറുണ്ട്, കപ്പലൊക്കെ വരുന്നുണ്ടോ. എവിടെ? എല്ലാം മീൻപിടുത്ത ബോട്ടുകളൊക്കെ ഉള്ളൂ. കൂടി വന്നാൽ അങ്ങ് ദൂരെ കൂടെ 1-2 വലിയ കപ്പലുകൾ പോകുന്നത് കാണാം. എനിക്കിതേപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ മലബാറിൽ പോയപ്പോ നമ്മുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മുകുന്ദൻ എഴുതിയ നോവലിൽ പറയുന്ന വെള്ളയാങ്കല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് തീരത്ത് നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഉള്ളിൽ കടലിൽ 200 അടി ഉയരത്തിൽ നിൽക്കുന്ന 2 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പാറയാണ് വെള്ളയാങ്കല്ല്. ഇതിന്റെ മുകളിൽ കയറാൻ എനിക്കൊരു അവസരം കിട്ടി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അങ്ങനെ അതിന്റെ മുകളിൽ കയറി പടിഞ്ഞാറോട്ട് നോക്കിയപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ച ഞാൻ കണ്ടത്. നമ്മുടെ നാഷണൽ ഹൈവേയിൽ കൂടി കാറുകളും വാഹനങ്ങളും പോകുന്നതിനേക്കാൾ തിരക്കിട്ടാണ് അന്താരാഷ്ട്ര കപ്പൽ റൂട്ടുകളിലൂടെ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ റൂട്ട് എന്ന് പറയുന്നത് സമുദ്രതീരത്ത് നിന്ന് 20 കിലോമീറ്റർ പുറംകടലിലാണ്. നമ്മുടെ മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഏതാണ്ട് 15-20 കിലോമീറ്റർ വരെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ആ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ശല്യം ഉണ്ടാകാത്ത രീതിയിൽ തീരത്ത് നിന്ന് 20 കിലോമീറ്റർ പുറംകടലിലൂടെയാണ് അന്താരാഷ്ട്ര കപ്പൽ റൂട്ട് ഉള്ളത്. അതീവ തിരക്കാണ്. രാത്രിയും പകലും വലിയ തിരക്കിട്ട് കപ്പലുകൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരിട്ട് ഇത് കണ്ടിട്ടുണ്ട്. അത് ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് മുമ്പാണ്. അപ്പൊ ഇപ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അത്രമാത്രം തിരക്കോടുകൂടി ശരിക്കും പറഞ്ഞാൽ 1000-ലധികം കപ്പലുകൾ 6 മാസത്തിനിടയിൽ കേരള സമുദ്ര തീരത്ത് കൂടി യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്
കപ്പൽ അപകടങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം കപ്പൽ അപകട വാർത്തകൾ കേട്ടിട്ടില്ല. അപ്പോൾ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടും കപ്പൽ അപകടങ്ങളെ സംബന്ധിച്ചും പഠനം നടത്തുന്ന അന്താരാഷ്ട്ര ഏജൻസികളും വിദഗ്ധന്മാരും എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ കപ്പൽ അപകടങ്ങൾ ഗണ്യമായി പരിഗണിക്കാനുള്ളതില്ല എന്നുള്ളതാണ്. അതായത് ആയിരക്കണക്കിന് കപ്പലുകൾ യാത്ര ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ കപ്പൽ അപകടത്തിൽ പെടുന്നു എന്ന് പറയുന്നത് അതത്ര സാരമായ ഒരു വാർത്തയല്ല എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ബൈക്ക് അപകടങ്ങളിൽ കുട്ടികൾ മരിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ച് പോലീസ് നടത്തിയ പഠനത്തില് ഡ്യൂക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ബൈക്ക് അപകടത്തിൽപ്പെട്ടിട്ടാണ് ധാരാളം കുട്ടികൾ മരിക്കുന്നത്. 2 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ളതും മണിക്കൂറിൽ 200-250 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാവുന്നതും അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്തതുമായ ഒരു ബൈക്കാണ് ഡ്യൂക്ക്. അപ്പൊ ഞാൻ ഈ ഡ്യൂക്ക് ബൈക്ക് വിൽക്കുന്ന ഒരു അതിന്റെ ഒരു ഡീലറോട് ഞാൻ ചോദിച്ചു, ഈ പറയുന്ന വാർത്തയൊക്കെ ശരിയാണോ സാർ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ഞങ്ങളുടെ കടയിൽ നിന്ന് 12 ഡ്യൂക്ക് ബൈക്കുകളാണ് വിറ്റത്. അത് മേടിച്ച 10 കുട്ടികളും അപകടത്തിൽ മരിച്ചുപോയി എന്നാണ്. 12ൽ 10 കുട്ടികളും മരിച്ചുപോയി. അപ്പോ ഈ ഡ്യൂക്ക് ബൈക്ക് ഇറങ്ങിയപ്പോ മുതലാണ് നമ്മൾ ഇത് കേൾക്കാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആയിരക്കണക്കിന് കപ്പലുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ കപ്പൽ അപകടങ്ങൾ വാർത്തയാകുന്നത്. ഇനിയിപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ ഇതാരും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. മിക്കവാറും കേരള കടൽ തീരങ്ങളിൽ കപ്പൽ മുങ്ങുകയും കപ്പൽ കത്തുകയും കപ്പൽ നിന്നു പോവുകയും ഒക്കെ പതിവായി കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നം ഇല്ലാതാവും. വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ ഇത് പരിഹരിക്കപ്പെടും. പണ്ടൊക്കെ നമ്മൾ റോഡുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ടയർ പഞ്ചറായി വാഹനങ്ങളൊക്കെ വഴിയിൽ കിടക്കുന്നത് കാണാം, ടയർ മാറ്റുന്നത് കാണാം. ഇപ്പൊ അധികം കാണാറില്ലല്ലോ. എന്താ കാരണം? ഇപ്പൊ ട്യൂബ്ലെസ് ടയറുകൾ വന്നു. ടയറിനകത്ത് ട്യൂബില്ല. അപ്പൊ ട്യൂബ്ലെസ് ടയറുകൾ വന്നപ്പോ ഇത് പഞ്ചർ ആകാനുള്ള സാധ്യത കുറവാണ്. അഥവാ വല്ല ആണി കയറിയാൽ അത് അവിടെ ഇരുന്നോളും, കാറ്റ് പോകുകയൊന്നുമില്ല. സാങ്കേതിക വിദ്യ മാറുകയാണ്. അപ്പൊ തിരക്ക് കൂടുകയും സാങ്കേതിക വിദ്യ മാറുകയും ചെയ്യുമ്പോൾ ഈ ടയർ പഞ്ചർ ആകുകയല്ലാത്തതുപോലെ ഈ കപ്പല് അപകടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ചരക്ക് കൈകാര്യം ചെയ്യുന്ന സാങ്കേതിക വിദ്യകളിലും മാറ്റം വരും. അങ്ങനെ മാറ്റം വരുമ്പോൾ കണ്ടെയ്നർ വെള്ളത്തിൽ പോയെന്നോ കപ്പൽ ചെരിഞ്ഞെന്നോ തീ പിടിച്ചെന്നോ ഒക്കെയുള്ള വാർത്തകൾ പതിയെ പതിയെ ഇല്ലാതാവുകയും ചെയ്യും. അതായത് അനിയന്ത്രിതമായ രീതിയിൽ കപ്പലുകളുടെ ആയിരക്കണക്കിന് കപ്പലുകളുടെ പ്രവാഹം കേരള തീരത്ത് പ്രത്യേകിച്ച് അറബിക്കടലിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് കപ്പൽ അപകടങ്ങൾ വാർത്തകളായി മാറുന്നത്. ഇതൊരു സ്വാഭാവിക കാര്യം മാത്രമാണ്. അന്താരാഷ്ട്ര നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ തോതിലുള്ള കപ്പൽ അപകടങ്ങളല്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മൾ ഇതിൽ ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? കപ്പൽ അപകടങ്ങളിൽപ്പെട്ട അറബിക്കടലിൽ കലരുന്ന രാസവസ്തുക്കൾ കഴിച്ച മീൻ അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ വരികയും നമ്മൾ ആ മീൻ കഴിച്ച അപകടത്തിലാവുകയും ചെയ്യുമോ എന്നൊക്കെയുള്ള ആശങ്ക നമ്മുടെ മാധ്യമങ്ങൾ ശരിക്കും പൊലിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പൊ മീൻ കച്ചവടക്കാരും നമ്മളും എല്ലാം ആശങ്കയിലാണ്. പക്ഷെ അറബിക്കടലിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള വസ്തുതകൾ സത്യസന്ധമായി ഇനിയും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഈ കപ്പൽ അപകടങ്ങളുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം. കപ്പലുകളുടെ ട്രാഫിക്കിൽ വന്നിരിക്കുന്ന വലിയ വർധനവ്, കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്, വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്നു പോകുന്ന മറ്റ് ചെറുകപ്പലുകളും കൂടെ ഉൾപ്പെടെ 1500ഓളം കപ്പലുകൾ 6 മാസം കൊണ്ട് അറബിക്കടലിൽ പ്രവേശിച്ചു, കേരള തീരത്തുകൂടെ യാത്ര ചെയ്തു. 1500ഓളം കപ്പലുകൾ വന്നതിൽ 2 എണ്ണം അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു വലിയ നിരക്കായിട്ട് കാണേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള വാസ്തവം. അതാണ്. എന്തായാലും 1500ഓളം കപ്പലുകൾ വന്നതിൽ 2 കപ്പലുകൾക്ക് തീപിടിച്ചു അല്ലെങ്കിൽ തകർന്നു എന്നുള്ളതിനെ നിസ്സാരമായിട്ട് കാണാം. പക്ഷെ ഇതിന്റെ ഒരു എണ്ണം വർദ്ധിക്കുമോ ഭാവിയിൽ എന്നുള്ളിടത്താണ് ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം ഇപ്പോഴാണ് തുറന്നത്. വിഴിഞ്ഞത്തുകൂടി ഇപ്പോഴാണ് കപ്പലുകൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. പോകെ പോകെ ഇതൊരു നിത്യസംഭവമായി മാറും. ശേഷം ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് ഡ്യൂക്ക് ബൈക്കിന്റെ ഒരു ഉപമ തന്നെ ധാരാളം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.